വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. LDC കൊല്ലം കണ്ണൂർ എക്സാം കഴിഞ്ഞ് 11 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഇനി ഒരു കട്ട് ഓഫ് അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ആദ്യമേ തന്നെ ഞാൻ പറയാം, തെറ്റാം ശരിയാവാം, എന്ത് വേണം സംഭവിക്കാം. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ എന്ത് ചെയ്യുന്നു പറയുന്നു. അതെന്തിനാണെന്ന് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം പറഞ്ഞുതരാം. ഞാൻ ഈ 11 ദിവസത്തിന് ശേഷം എക്സാം അനാലിസിസ് നടത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇത് ഞാൻ എഴുതിയ ഒരു എക്സാം അല്ല. എഴുതി മീൻസ് വീട്ടിൽ ആൻസർ കീ അല്ല ക്വസ്റ്റ്യൻ പേപ്പർ വന്നതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചാൽ എഴുതി. ഓക്കെ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല മാർക്ക് എന്ത് ചെയ്യും, കുറച്ച് കയറി നിൽക്കും. പക്ഷേ ഒന്നുമല്ല, ഒരു എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു പരീക്ഷയുടെ അനുഭവം കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പറയാൻ പറ്റത്തുള്ളൂ. ഈ പുറത്തു നിന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ എളുപ്പമൊന്നും ഒരാളും പറയത്തില്ല. പക്ഷേ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഒരു വാക്ക് പറയാം. പക്ഷേ എക്സാം സെൻറ്ററിൽ പോയി ഇരുന്നാൽ അവിടെ നമ്മൾ തീർന്നു. അങ്ങനത്തെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ, അടിപൊളിയൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു 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 അടാറ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നൊരു എക്സാം കൊല്ലം കണ്ണൂർ. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജില്ലക്കാർ അല്ലെങ്കിൽ നമ്മുടെ ജില്ലക്കാർ ഭാഗ്യമുള്ള ജില്ലക്കാരാണ്. എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല എളുപ്പമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടിക്ക് LDCക്ക് 75 മാർക്ക്, തിരുവനന്തപുരം ജില്ലയിൽ 75 മാർക്ക് ഒരു കുട്ടിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു 63, 65 ആ റേഞ്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നല്ല കിണ്ണം കാച്ചി ക്വസ്റ്റ്യൻ. മാത്സ് ആണെങ്കിൽ നല്ല അന്തസ്സുള്ള മാത്സ്, മൊത്തം ജോമെട്രിയാണ്. ഒരു ടോപ്പിക്ക് പഠിക്കാതെ പോയാൽ തീർന്നു. അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആണെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ആ പാടെ ഒരു ആശ്വാസം എന്നൊക്കെ പറയാനായിട്ട് മലയാളം മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് GK സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് മൊത്തത്തിൽ വന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് സെഷനിലേക്ക് നമുക്ക് പോവാം. പക്ഷേ ഇവിടെ കട്ട് ഓഫ് തിരുവനന്തപുരം ജില്ല ഒരു 60-65 വരുമെങ്കിലും ഇതും ഏതാണ്ട് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു 5 മാർക്കിൻ്റെ ഒരു 6 മാർക്കിൻ്റെ ഒക്കെ ഡിഫറൻസ് എന്ത് ചെയ്യത്തുള്ളൂ, വരത്തുള്ളൂ. അതെന്താണെന്ന് എന്ത് ചെയ്യാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇത്രയും താമസിച്ചെന്ന് ചോദിച്ചാൽ, ഒരുപാട് പിള്ളേരുടെ അഭിപ്രായം ചോദിച്ചായിരുന്നു. അതായത് നമ്മുടെ കൊല്ലത്തുള്ള സ്റ്റുഡൻസ്, കണ്ണൂരിലുള്ള സ്റ്റുഡൻസ്, ഏറ്റവും ചുരുങ്ങിയത് ഒരു 100-150 പേരെങ്കിലും ഞാൻ എന്ത് ചെയ്തു, കുറേ പേരെ വിളിച്ചു. കുറേ പേര് ക്ലാസ് എടുക്കാനൊക്കെ പോയപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലും ബാക്കിയെല്ലാം എന്ത് ചെയ്തു, കണ്ട് അഭിപ്രായം ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് മൊത്തത്തിൽ. ഞാൻ ഏതൊരു പരീക്ഷ കഴിഞ്ഞാലും എല്ലാവരോടും ചോദിക്കും, എടാ മാർക്ക് എങ്ങനെയുണ്ട്. അത് ചോദിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, നമ്മൾ കട്ട് ഓഫ് പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഡിലീഷന് മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ട് ഓഫ് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ആരുടെ വരവാണ്, മറ്റേ ഡിലീഷൻ്റെ വരവാണ്. ഇപ്പോൾ തിരുവനന്തപുരം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ 5 ഡിലീഷനും ഒരു ആൻസർ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൂർ ജില്ലയൊക്കെ നോക്കുകയാണെങ്കിൽ ഇനി തമ്പുരാന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 5% ഡിലീഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കട്ട് ഓഫ് അനാലിസിസ് ഞാൻ നടത്തുന്നത്. അപ്പോൾ മാക്സിമം ഒരു 5% ഡിലീഷൻ. അപ്പോൾ അതിൽ കൂടെയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ കട്ട് ഓഫൊക്കെ താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ കട്ട് ഓഫ് അനാലിസിസ് നടത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കുറച്ച് ഫാക്റ്റുകൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അതായത് ഇപ്പോൾ എല്ലാവരും പറയും തിരുവനന്തപുരത്തെക്കാളും കട്ട് ഓഫൊക്കെ ഭയങ്കര താഴെയായിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, കഴിഞ്ഞ LDC പരീക്ഷ നോക്കുകയാണെങ്കിൽ 14 ജില്ലകളിലും ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ് നടന്നത്. അതായത് 14 ജില്ലകളിലും ഒരേ ദിവസം ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണ് എക്സാം നടന്നത്. അപ്പോൾ അവിടെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, തിരുവനന്തപുരത്ത് 52.67 കട്ട് ഓഫ്. തിരുവനന്തപുരത്ത് 52.67. മനസ്സിലാക്കുക, ഏറ്റവും അധികം ആൾക്കാർ എഴുതുന്ന ജില്ല തിരുവനന്തപുരമാണ്. അവിടെ കട്ട് ഓഫ് കുറവാണ്, 52.67 മാർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ കൊല്ലം ജില്ല നോക്കുകയാണെങ്കിൽ 54.67 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 54.67, അതായത് 2 മാർക്ക് തിരുവനന്തപുരത്തെക്കാളും കൂടുതലാണ്. കണ്ണൂർ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണൂരിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് ഏറ്റവും അധികം കട്ട് ഓഫ് വന്ന ജില്ല ഏതാണ്? കഴിഞ്ഞ LDC പരീക്ഷയ്ക്ക് ഏറ്റവും അധികം കട്ട് ഓഫ് വന്ന ജില്ല കണ്ണൂരാണ്, 55.33. തൃശ്ശൂരും സെയിം കട്ട് ഓഫാണ്. ഇനി അടുത്ത് തൃശ്ശൂർ എക്സാമാണ്. ഓക്കെ, അപ്പോൾ കണ്ണൂരും കൊല്ലവും നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തെക്കാളും എന്തായിരുന്നു, കൂടുതലായിരുന്നു. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നെക്സ്റ്റ് നോക്കുക, ഇവിടെ തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നിങ്ങളിവിടെ കാണുന്നത് തിരുവനന്തപുരത്തിൻ്റെ LDC ഇന്ന് വരെ പോയ അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ തിരുവനന്തപുരം LDC നോക്കുകയാണെങ്കിൽ ഇതുവരെ 528 പേർക്ക് ഓപ്പൺ കോമ്പറ്റീഷനിൽ അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു. അതായത് ടോട്ടൽ 847 അഡ്വൈസ് പോയി. ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ 528 അഡ്വൈസ് തിരുവനന്തപുരത്ത് പോയി. പക്ഷേ കൊല്ലം നമ്മൾ നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് എങ്ങനെയാണ്, കൊല്ലത്ത് ഇതുവരെ ഓപ്പൺ കോമ്പറ്റീഷൻ
322 അഡ്വൈസുകൾ മാത്രമേ പോയിട്ടുള്ളൂ. അതായത് തിരുവനന്തപുരത്തിൻ്റെ ഏതാണ്ട് ഒരു 70 ഒരു 60% അഡ്വൈസ് മാത്രമേ എവിടെ പോയിട്ടുള്ളൂ, കൊല്ലത്ത് പോയിട്ടുള്ളൂ, ഓപ്പൺ കോമ്പറ്റീഷൻ. അതായത് കൊല്ലം ജില്ലയിൽ നിയമനങ്ങൾ കുറവാണ് നടക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ടോട്ടൽ 847 അഡ്വൈസ് പോയെങ്കിൽ കൊല്ലം ഇതുവരെ എത്ര മാത്രമേ പോയിട്ടുള്ളൂ? 549 പോയിട്ടുള്ളൂ. അതിനകത്ത് ഓപ്പൺ കോമ്പറ്റീഷൻ 322. സോ നിയമനം എങ്ങനെയാണ്? കുറവാണ്. ഇനി മറ്റൊരു ഫാക്റ്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കേൾക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ തോന്നും. ആരും ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ഉദ്ദേശം ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് നേരെ കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂർ ഇതുവരെ ടോട്ടൽ അഡ്വൈസ് 624 അഡ്വൈസ് പോയിട്ടുണ്ട്. കൊല്ലം ജില്ലയെക്കാളും കുറച്ച് ഭേദം തന്നെയാണ്. ഓപ്പൺ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ 381 അഡ്വൈസാണ് ഇതുവരെ പോയിട്ടുള്ളത്. അതും കൊല്ലം ജില്ലയെക്കാളും കൂടുതലാണ്. ഓക്കെ, പക്ഷേ തിരുവനന്തപുരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ണൂരിൽ അഡ്വൈസ് എന്താണ്? കുറവാണ്. അപ്പോൾ തിരുവനന്തപുരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊല്ലം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും നിയമനങ്ങൾ കുറച്ച് മാത്രമേ നടക്കത്തുള്ളൂ. കുറച്ച് ആൾക്കാരെ മാത്രം മതി. അപ്പോൾ സ്വാഭാവികമായിട്ട് കട്ട് ഓഫ് എന്ത് ചെയ്യും? ഒരേ പരീക്ഷയാണെങ്കിൽ പോലും കട്ട് ഓഫ് എന്ത് ചെയ്യും? മേലിലോട്ട് കയറി നിൽക്കും. കാര്യം നിയമനങ്ങൾ എങ്ങനെയാണ്? കുറവാണ്. ക്ലിയറാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ കാണുന്ന ഇത് കൊല്ലം ജില്ലയിലെ കട്ട് ഓഫാണ്. ഇപ്പോൾ നടന്ന പരീക്ഷയുടെ, ഇപ്പോൾ നടന്നതല്ല, കഴിഞ്ഞ 2022 റാങ്ക് ലിസ്റ്റ് വന്ന നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ആയ കൊല്ലം ജില്ലയിലെ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഇവിടെ നോക്കുക, കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് വന്നിട്ട് 54.67 മാർക്കാണ് കട്ട് ഓഫ്. 54.67. തിരുവനന്തപുരത്തെക്കാളും 2 മാർക്ക് കൂടുതലാണ്. ഇവിടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 76.67 മാർക്കാണ്. ഇതാണ് ഒന്നാം റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് 76.67. അതായത് കട്ട് ഓഫിനെക്കാളും 22 മാർക്ക് കൂടുതലാണ്. ഓക്കെ, ഇനി 20ാമത്തെ റാങ്കുകാരൻ്റെ മാർക്ക് വന്നിട്ട് 70 ആണ്. 20ാമത്തെ റാങ്കുകാരൻ്റെ മാർക്ക് 70. അടുത്ത 111ാമത്തെ റാങ്കുകാരൻ്റെ മാർക്ക് വന്നിട്ട് 65 ആണ്. 111ാമത്തെ റാങ്കുകാരൻ്റെ മാർക്ക് 65 ആണ്. ദെൻ ഇതുവരെ 321 ഓപ്പൺ കോമ്പറ്റീഷനിൽ 321 നിയമനങ്ങളാണ് നടന്നത്. ഈ 321ാമത്തെ റാങ്കുകാരൻ്റെ മാർക്ക് വന്നിട്ട് 60 മാർക്ക് വരുന്നത്. കൊല്ലം ജില്ലയുടെ കേസാണ് പറയുന്നത്. അതായത് ഇന്ന് വരെ അഡ്മിഷൻ പോയ ഓപ്പൺ കോമ്പറ്റീഷനിലെ കുട്ടിയുടെ മാർക്ക് വന്നിട്ട് എത്രയാണ്? 60 മാർക്കാണ്. അതായത് കട്ട് ഓഫിനെക്കാളും എത്ര മാർക്ക് കൂടി നിൽക്കുകയാണ്? കട്ട് ഓഫിനെക്കാളും ഏതാണ്ട് 5 മാർക്ക്, 5.3 മാർക്ക് കൂടി നിൽക്കുകയാണ് അല്ലേ? അതായത് കട്ട് ഓഫിനെക്കാളും 5 മാർക്ക് കൂടുതൽ മാർക്ക് മേടിച്ച കുട്ടിക്ക് മാത്രമേ ഇന്ന് വരെ അഡ്വൈസ് പോയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഈ റാങ്ക് ലിസ്റ്റിന് ഏതാണ്ട് ഒരു 11 മാസം റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. സോ 11 മാസം കൂടെ ആകുമ്പോൾ അത്യാവശ്യം വീണ്ടും ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ നിയമനങ്ങൾ നടക്കും. അതായത് ഒരു 200 അഡ്വൈസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. ഓപ്പൺ കോമ്പറ്റീഷനിലാണെങ്കിൽ മാക്സിമം ഒരു 200 അഡ്വൈസ് വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ കട്ട് ഓഫിനെക്കാളും ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 2.5 മാർക്ക് മേളിലും മേടിച്ച കുട്ടിക്ക് മാത്രമേ ജോലി എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. ആ ഒരു ഫാക്റ്റും കൂടെ എന്ത് ചെയ്യാം? ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നേരെ എക്സാമിലേക്ക് വരാം. സോ എക്സാമിലേക്ക് വന്നാൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കിയായിരുന്നു. എനിക്ക് ചുമ്മാ ഞാൻ വീട്ടിലിരുന്ന് എഴുതിയപ്പോൾ വരെ പരീക്ഷ എന്തായിരുന്നു? പാടായിരുന്നു. അപ്പോൾ എക്സാം ഹാളിലിരിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായാലും വലിയ മാർക്കൊന്നും എന്ത് ചെയ്യത്തില്ല, സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ 82 മേടിച്ച കുട്ടിയെ എനിക്കറിയാം. ഫൈനൽ ഡിലീഷന് ശേഷം 82 എൻ്റെ അറിവിൽ ഏറ്റവും ടോപ്പ് മാർക്ക് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു സെൻറ്ററിൽ 86 വന്നെന്നൊക്കെ പറയുന്നു. എനിക്കറിയത്തില്ല, കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അത്രയൊന്നും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ഇനി ഡിലീഷനും കൂടെ കഴിയുമ്പോൾ ദൈവത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 5% ഡിലീഷനിൽ എനിക്ക് കിട്ടിയ എല്ലാവരുടെയും ഒരു ഇൻപുട്ട് അനുസരിച്ച് കുറേ സർവേയുടെയൊക്കെ അടിസ്ഥാനത്തിൽ അപ്പോൾ എല്ലാവരും മാർക്ക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, പറയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ സർവേയിലൊക്കെ എനിക്ക് വലിയ വിശ്വാസമില്ല. കാര്യം എല്ലാവരും എന്ത് ചെയ്യും, കയറിയൊക്കെ അങ്ങ് പരീക്ഷ എഴുതാത്തവരും എന്ത് ചെയ്യും, കയറി അങ്ങ് മാർക്കും ബാക്കിയൊക്കെ അടിക്കും. ഓക്കെ, പക്ഷേ ഈ പിള്ളേരുടെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കറിയാം ഓരോ പിള്ളേരും എത്ര റേഞ്ചിലൊക്കെയാണ് പഠിക്കുന്നതൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അവിടെ ആ ഒരു ഇൻപുട്ട് അനുസരിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ, എൻ്റെ അഭിപ്രായത്തിൽ തെറ്റാം ശരിയാവാം, എന്ത് വേണം സംഭവിക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു 5% ഡിലീഷൻ വരെ വരികയാണെങ്കിൽ കട്ട് ഓഫ് വരാൻ ചാൻസ് 2 ജില്ലകളിലും ചേർത്താൽ പറയുന്ന കാര്യം വലിയ വ്യത്യാസമൊന്നും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. ഒരു 54 മുതൽ 61 വരെ, 54 മുതൽ 61 വരെ ആ റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരാനായിട്ട് ചാൻസ് വരുന്നത്. 54 to 61. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം തിരുവനന്തപുരത്താണെങ്കിൽ ഞാൻ 65 മാക്സിമം പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇത്രയും പരീക്ഷ നടന്നിട്ടും കുറച്ചും കൂടെ താഴേണ്ടതല്ലേ, അങ്ങനെയൊക്കെ പലർക്കും തോന്നാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തിരുവനന്തപുരത്ത് കുറച്ചും കൂടെ അഡ്വൈസുകൾ എന്ത് ചെയ്യും, പോവും, കുറച്ചും കൂടെ നിയമനങ്ങൾ നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കുറച്ച്
കട്ട് ഓഫ് എന്തായിരിക്കും കുറച്ച് താഴെയായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വളരെ കുറച്ച് അഡ്വൈസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ പോകത്തുള്ളൂ. മാത്രമല്ല കുറച്ചും കൂടെയൊക്കെ ഒരു കോമ്പീറ്റ് ചെയ്യുന്ന പിള്ളേർ ഇവിടെ ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ തിരുവനന്തപുരത്ത് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല, എല്ലായിടത്തൊക്കെ ഏതാണ്ടൊക്കെ ഒരേപോലെയാണ്. അപ്പോൾ നിയമനം ഈ 2 ജില്ലകളിലും കുറച്ച് മാത്രമേ നടക്കത്തുള്ളൂ. മാത്രമല്ല തിരുവനന്തപുരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റാങ്ക് ലിസ്റ്റിന് അത്രയും വലിപ്പമൊന്നും കാണത്തില്ല, ഒരുപാട് ആൾക്കാർ മെയിൻ ലിസ്റ്റിനകത്ത് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ കട്ട് ഓഫ് വരാൻ ചാൻസ് ഒരു 54 മാർക്ക് മുതൽ 61 വരെ മാർക്ക് വരാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം ആണ് കേട്ടോ, മാക്സിമം. അതിനപ്പുറമൊക്കെ കൂടാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. കാര്യം ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് എന്താ പറയുക, ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല പാടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ ആ കോൺഫിഡൻസും ബാക്കിയെല്ലാം എന്ത് ചെയ്യും അങ്ങ് പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയായാലും കുറച്ച് കുട്ടിക്ക് നല്ല മാർക്ക് കയറ്റി വയ്ക്കാൻ പറ്റിയാലും അവിടെ നെഗറ്റീവും കൂടെ എന്ത് ചെയ്യണം, കൗണ്ട് ചെയ്യണം. അപ്പോൾ നെഗറ്റീവ് കൂടെ കൗണ്ട് ചെയ്യുമ്പോൾ മാർക്ക് പിന്നെയും എന്ത് ചെയ്യും, താഴേക്ക് വരും. ഓക്കെ, അപ്പോൾ 54 to 61 എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരാൻ ചാൻസ് മാക്സിമം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എൻ്റെ അഭിപ്രായം വരുന്നത്. പിന്നെ ബാക്കി വേറെ ഫാക്ടറൊന്നും പറയാനില്ല. ഇത്രയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കിട്ടാതിരിക്കാം. ചിലപ്പോൾ കട്ട് ഓഫ് ഇതിനേക്കാളും താഴാതിരിക്കാം, ചിലപ്പോൾ കൂടത്തില്ല. മാക്സിമം ഇതിനേക്കാളും ഈ റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്, ചിലപ്പോൾ ഇതിനേക്കാളും താഴ്ന്നാലുമായി. പക്ഷേ നമ്മൾ മാർക്ക് കുറഞ്ഞ ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അല്ലാതെ ഞാൻ റാങ്ക് ലിസ്റ്റിൽ വന്നതിന് ശേഷം നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ആൻസർ കീ എന്ത് ചെയ്യും, ഒരു 4-5 ദിവസത്തിനകത്ത് ഫൈനൽ ആൻസർ കീ വരും. പക്ഷേ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് എപ്പോഴാണെന്നറിയോ? ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് 2025 അടുത്ത വർഷം 2025 മാർച്ചിലായിരിക്കും ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഫൈനൽ ആൻസർ കീ വന്ന തന്നെ ഭാഗ്യമാണ്. മുമ്പൊക്കെ ആണെങ്കിൽ ഈ 14 ജില്ലയിലും എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലാസ്റ്റ് എന്ത് ചെയ്യത്തുള്ളൂ, ഫൈനൽ ആൻസർ കീ വരത്തുള്ളൂ. ഓക്കെ, പക്ഷേ ഇപ്പോൾ നേരത്തെ ഫൈനൽ ആൻസർ കീ വരും. അപ്പോൾ 2025 മാർച്ചിൽ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരും. അത് കഴിഞ്ഞ് 2025 ഓഗസ്റ്റ് 1 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. എന്ന് വെച്ചാൽ ഏതാണ്ട് റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് ഒരു 11 മാസം കാത്തിരിക്കണം. ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് ഒരു 7-8 മാസം എന്ത് ചെയ്യണം, കാത്തിരിക്കണം. നമ്മുടെ സമയം, നമ്മുടെ കാലം, നമ്മുടെ പഠിത്തം എല്ലാം എന്ത് ചെയ്യും, അങ്ങ് പോയി കിട്ടും. സോ മാർക്ക് കുറവുള്ള ആൾക്കാരും എല്ലാവരും, എനിക്ക് അങ്ങനെ പറയാനുള്ളൂ, കുറവുള്ള ആൾക്കാർ കൂടുതലുള്ള ആൾക്കാരൊന്നുമില്ല. മാർക്ക് കൂടുതലുള്ള ആൾക്കാരും കുറവുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അടുത്ത സെക്രട്ടറി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, വരാൻ പോവുകയാണ്. എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അടുത്ത വർഷം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരും, ബിവറേജ് എൽ നോട്ടിഫിക്കേഷൻ വരും, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരുപാട് എക്സാംസ് വരാൻ പോവുകയാണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ സെയിം ആണ്. ഇപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പഠിച്ചാലും അടുത്ത് വരാൻ പോകുന്ന സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നിങ്ങൾ പഠിച്ചാലും ഈ സെയിം സാധനം തന്നെയാണ്. അല്ലാതെ വേറെ കൂടുതലൊന്നും അതിനകത്തില്ല. കുറച്ച് ടോപ്പിക്കുകൾ മാത്രം എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യും, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഇവിടെ ഇംഗ്ലീഷ് 10 മാർക്കിനാണ്, മാത്സ് 10 മാർക്കിനാണ്, മലയാളം 10 മാർക്കിനാണെങ്കിൽ അവിടെ ഇംഗ്ലീഷ് 20 മാർക്കാണ് പ്രിലിംസിന്, മാത്സ് 20 മാർക്കാണ്, മലയാളം 10 മാർക്കാണ്. സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യും, ചെറുതായിട്ട് മാറും. പക്ഷേ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. കുറച്ചും കൂടെ ആഴത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടൻറ്റൊക്കെ നന്നായിട്ട് അറിയാം, LDക്ക് നന്നായിട്ട് പഠിച്ച ആൾക്കാരാണ്. സോ അത്യാവശ്യം കണ്ടൻറ്റൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ബ്രേക്ക് കൊടുത്താൽ, ഒന്ന് ഉഴപ്പിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചു കയറാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്ത എക്സാംസിന് വേണ്ടി എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. LGS എഴുതാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക, എഴുതുക. അടുത്ത ലാബ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്ന് കാണും, നിങ്ങൾ അപ്ലൈ ചെയ്ത് കാണും. ഡിസംബറിൽ അതിൻ്റെ എക്സാം കാണും, പ്രിലിംസ് കാണും. അതേപോലെ സെക്രട്ടേറിയറ്റ് പോവുകയാണെങ്കിൽ ആ പ്രിലിംസ് കാണും, ചിലപ്പോൾ എക്സാം കാണും. അപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത ഒരുപാട് എക്സാംസ് വരുന്നുണ്ട് മാർക്ക് കുറഞ്ഞ ആൾക്കാർ. അപ്പോൾ ഇത് കാത്തിരിക്കാതെ ഇതെന്തോ സംഭവിച്ചോട്ടെ, കുഴപ്പമില്ല, നമ്മളെന്തായാലും എക്സാം എഴുതി കഴിഞ്ഞു, ഇനിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് കാത്തിരിക്കാതെ എന്ത് ചെയ്യുക, ഇതിൻ്റെ റിസൾട്ട് വരുന്നത് കാത്തിരിക്കാതെ അടുത്ത എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ സമയം, നമ്മുടെ പ്രായം മൊത്തം അങ്ങ് പോയി കിട്ടും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ കട്ട് ഓഫിനെക്കാളും എപ്പോഴും കുറച്ച് മാർക്ക് കയറി നിന്നാലേ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. മാർക്ക് കുറഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, അടുത്ത് വരാൻ പോകുന്ന എക്സാംസിന് ഇതിനേക്കാളും നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, ഉറപ്പിക്കുക. അടുത്തൊരു പരീക്ഷ നടക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 20 റാങ്കിനകത്ത് നിങ്ങൾ കാണും. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത്, അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളറിയാതെ ഒരൊറ്റ നോട്ടിഫിക്കേഷൻ പോലും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. എല്ലാമായിട്ട് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കും. ഏറ്റവും മികച്ച കണ്ടന്റ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ താങ്ക് യു ഓൾ, ബൈ.